നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയില് സച്ചി രേവതിയും കൊണ്ട് ഒരു കല്യാണ ഓഡിറ്റോറിയത്തിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പൊ രേവതിയുടെ കയ്യില് മണ്ഡപം ഡെക്കറേറ്റ് ചെയ്യാനുള്ള കുറച്ച് മോഡൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണം, നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് രേവതി പഠിച്ചിട്ട് അതുപോലത്തെ രണ്ടു മൂന്ന് മോഡൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സച്ചി പറഞ്ഞു ഇതൊക്കെ കൊണ്ട് കാണിച്ചു കഴിയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുമോന്ന് ചോദിച്ചു. രേവതി ഒരു നോക്കാം സച്ചിയേട്ടാ, കുറച്ച് ഓഡിറ്റോറിയത്തിലേക്ക് ഇങ്ങനെ പോയി നമ്മുടെ മോഡൽസും കാര്യങ്ങളൊക്കെ കാണിക്കുവാണെങ്കിലേ നമുക്ക് കൂടുതൽ കൂടുതൽ വർക്ക്സും കാര്യങ്ങളും കിട്ടും. അവർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അവർ കസ്റ്റമേഴ്സിനെ കാണിക്കുമല്ലോ, അപ്പം പിന്നെ അവർ നമ്മളെ വിളിക്കുമെന്ന് പറഞ്ഞു. സച്ചി പറഞ്ഞോ അങ്ങനെ വന്നു കഴിയുമ്പം നീ വലിയ ആളാവുമല്ലോ എന്ന് ചോദിച്ചു. രേവതി പറഞ്ഞു അയ്യോ വലിയ ആളൊന്നും ആവണ്ടേ, കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ കുറച്ച് പൈസ കിട്ടിയതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായത്. സച്ചേട്ടൻ വീട്ടിൽ നിന്ന് പോയി, ഓ അത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞു. സച്ചി പറഞ്ഞു അല്ല അത് പിന്നെ അന്ന് വെറുതെ, വേണ്ട വേണ്ട കൂടുതലൊന്നും പറയണ്ട. സച്ചി പറഞ്ഞു ഞാനും കൂടെ കയറി വരാന്ന് പറഞ്ഞു. വേണ്ട സച്ചേട്ടൻ ഓട്ടോ ഉള്ളല്ലേ, സച്ചേട്ടൻ പോയിക്കോ. അപ്പൊ തിരികെ നീ എങ്ങനെ പോകും? അത് ഞാൻ ഏതെങ്കിലും ഓട്ടോറിക്ഷ വിളിച്ച് പൊയ്ക്കോളാന്ന് പറഞ്ഞു. സാരമില്ലാന്ന് പറഞ്ഞു. എങ്കിലൊരു കാര്യം ചെയ്യാം, ഇറങ്ങി കഴിയുമ്പോ നീ വിളിക്ക. സാരമില്ല സച്ചേട്ടാ, ഇതിപ്പോ എത്ര സമയം പിടിക്കുമെന്നറിയില്ല, മാനേജറെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യണമല്ലോ, വെറുതെ സച്ചിയുടെ സമയം കളയണ്ടെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. സച്ചി അങ്ങോട്ട് പോയി. രേവതി പിന്നീട് കുറെ മോഡൽസ് ഒക്കെ ഉണ്ടായിരുന്നു, രണ്ട് മൂന്ന് മോഡൽസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്തോണ്ട് ഓഡിറ്റോറിയത്തിന് അങ്ങോട്ട് ചെല്ലുവാണ്. അപ്പോഴേക്കും അവിടുത്തെ മാനേജർ വന്നു. മാനേജറുടെ രേവതി കാര്യങ്ങൾ പറയാണ്. ദേ മോഡൽസ് ഒക്കെ നോക്ക് സാറേ, പുതിയതായിട്ട് ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന മോഡൽസാ കണ്ടോ ഇതുപോലെ. അപ്പൊ ചിലപ്പോൾ നമുക്ക് ഓഡിറ്റോറിയത്തിന് കസ്റ്റമർ പറയുന്ന അനുസരിച്ചുള്ള കളർ ചേഞ്ചും കാര്യങ്ങളൊക്കെ നമുക്ക് വരുത്താം, പൂവിന്റെ കളറും കാര്യങ്ങളും ഒക്കെ നമുക്ക് മാറ്റാവുന്നുള്ളെന്ന് പറഞ്ഞു. മാനേജർ പറഞ്ഞു ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. രേവതി ഇതാ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു. ആണോ? അതെ. രേവതി അപ്പം പല സൈറ്റിലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മോഡൽസും കാര്യങ്ങളൊക്കെ എടുത്ത് ചെയ്ത ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്. അങ്ങനെ അതിനെക്കുറിച്ച് വിസ്തീരിച്ച് കൊടുക്കുകയാണ്. അപ്പൊ തെർമോക്കോളൊക്കെ വെച്ചിട്ടാണ് രേവതി മോഡൽസും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയത്. ആ സമയത്താണ് ഹേമയുടെ സ്റ്റാഫുകളും അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം ഹേമ തൻ്റെ കൂടെയുള്ള ആ സ്റ്റാഫിനോട് പറഞ്ഞു എടാ ഞാൻ ആ പത്രത്തിനകത്ത് രണ്ടെണ്ണം റൗണ്ട് വരച്ചിട്ടുണ്ട്, അപ്പൊ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു. അല്ല മാഡം അത് എന്താ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഒരു ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു. എത്രയും പെട്ടെന്ന് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ച് മുകളിലേക്ക് കയറി വരുമ്പോഴാണ് രേവതി അവിടെ നിൽക്കുന്നുണ്ട്. രേവതിക്ക് ഹേമയെ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി അവര് ഓഡിറ്റോറിയത്തിൽ വന്ന് ഏതെങ്കിലും കല്യാണം ഉണ്ടെങ്കിൽ അത് പിടിക്കാൻ വേണ്ടി വന്നാന്നുള്ള കാര്യം, ഓഡിറ്റോറിയം അലങ്കരിക്കാനായിട്ട്. രേവതിയെ കണ്ടപ്പോൾ ചോദിച്ചു, ഹേമ ചോദിച്ചു ഓ നീ ഇവിടെ വന്നെന്ന് ചോദിച്ചു. പിന്നീട് മാനേജരോട് ചോദിച്ചു എന്താ എന്താ സാറേ ഇപ്പോൾ എന്തിനാ വന്നേന്ന് ചോദിച്ചു. അത് കുറച്ച് മോഡൽസ് ഒക്കെ കാണിക്കാൻ വേണ്ട. ഇതാണോ മോഡൽസ്? ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഇവൾ അലങ്കരിക്കാൻ പോകുന്നത്. കൊള്ളാം, ഇങ്ങനെയൊക്കെ ഇവൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കല്യാണം പോലെ ഈ ഓഡിറ്റോറിയത്തിൽ പിന്നെ അവർ നടത്തത്തില്ല. എന്റെ സാർ ഇതുപോലെ ഉള്ളവർക്കൊക്കെ മണ്ഡപം ഡെക്കറേറ്റ് ചെയ്യാൻ കൊടുക്കേണ്ട കാര്യമുണ്ടോന്ന് ചോദിച്ചു. രേവതി പറഞ്ഞു അതെ ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് ഇതിനൊക്കെ എന്താ പ്രശ്നം ഇരിക്കുന്നത്, ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞു. എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടാ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഇതാന്ന് പറഞ്ഞു. പിന്നെ വലിയൊരു ട്രെൻഡിങ് വന്നിരിക്കുന്നു. എടി നിനക്ക് മണ്ഡപം നന്നായിട്ട് ഡെക്കറേറ്റ് അറിയാവോ? എനിക്കൊക്കെ വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട്. എന്നിട്ടാണ് ഇന്നലെ പൊട്ടിമുളച്ചൊരു കൂണ് പോലെ അവള് വന്നിരിക്കുന്നു, മലയ്ക്ക് പോകാൻ നോക്കാൻ പറഞ്ഞു. ആ സമയത്ത് ഹേമയുടെ സ്റ്റാഫ് വന്നിട്ട് രേവതിയുടെ മോഡൽസ് ഒക്കെ അതിലെടുത്തിട്ട് അതെല്ലാം കൂടെ അവിടെ ഇട്ട് ചവിട്ടി അരയ്ക്കുവാണ്. രേവതി പെട്ടെന്ന് പാഞ്ഞു വന്നു. എന്നിട്ട് അയാൾ അങ്ങോട്ട് പിടിച്ചു മാറ്റി. താൻ എന്താ കാണിക്കണമെന്ന് ചോദിച്ചു. ഹേമ പറഞ്ഞു ഇത്രയേ ഉള്ളൂ, ഇതാണ് ഇവളുടെ ഡെക്കറേഷൻ. എന്റെ സാറേ ഇവളെ ഒന്നും വിളിച്ച് ഡെക്കറേറ്റ് ചെയ്യിച്ചേക്കരുതെന്ന് പറഞ്ഞു. രേവതിക്ക് ദേഷ്യമേ. രേവതി പറഞ്ഞു ഇത് വെറും മോഡൽ മാത്ര, ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നെങ്ങനെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ആരാന്ന് നിങ്ങളുടെ വിചാരം? എല്ലാ വർക്കും നിങ്ങൾക്ക് തന്നെ കിട്ടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, അറിയാലോ. എനിക്കുള്ളതാണെങ്കിൽ എനിക്ക് തന്നെ കിട്ടും. നല്ല നല്ല വർക്കുകൾ വരുമ്പോൾ എന്നെ വിളിക്കാൻ ആഗ്രഹമുള്ളവർ വിളിക്കും. നിങ്ങൾക്ക് ഈ മോഡൽസ് ഒക്കെ തട്ടിയെറിഞ്ഞ് കളയാൻ പറ്റുമായിരിക്കും, പക്ഷെ എൻ്റെ കഴിവിനെ ഇല്ലാതാക്കാണ്ട് നിങ്ങൾക്ക് സാധിക്കില്ല. ഈ സമയത്ത് എൻ്റെ സച്ചാനൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ നിങ്ങൾ ഒന്നിനും വെറുതെ വെച്ചേക്കില്ല, എല്ലാത്തിനും തൂക്കിയെടുത്തെറിയും. ഇപ്പൊ എൻ്റെ ഈ മോഡൽസ് എറിഞ്ഞേക്കാൾ നല്ല സ്പീഡിൽ എന്ന് പറഞ്ഞു. ഹേം പറഞ്ഞു നിന്ന് ചിലക്കാതെ പോകാൻ നോക്കടി. ദേ ഇനി ഈ ഏരിയ പോലും നിന്നെ കണ്ടുപോയേക്കല്ലെന്ന് പറഞ്ഞു. രേവതി പറഞ്ഞു കാണണം വേണ്ട തീരുമാനിക്കുന്നത് ഞാനാ മാഡം, കാരണം എൻ്റെ തീരുമാനങ്ങളാണ്. എനിക്കൊരു വർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാനത് വന്ന് ചെയ്തു കൊടുത്തിരിക്കും. അതിനിപ്പം മേഡത്തിന്റെ അനുമതിയൊന്നും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ പണി പോയി നോക്കെന്ന് പറഞ്ഞുകൊണ്ട് രേവതി തൻ്റെ മോഡൽസ് ഒക്കെ ആയിട്ട് നേരെ പോരുവാണ്. രേവതിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. താൻ എവിടെ ഏത് ഓഡിറ്റോറിയത്തിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാം ഇവർ വരുന്നുണ്ട്, തനിക്ക് തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്. ആരെങ്കിലും ഏതെങ്കിലും വർക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ പറയുന്നേക്കാളും കുറച്ചുകൂടെ പൈസ കുറച്ച് പറഞ്ഞ്
അവരാ വർക്ക് ഏറ്റെടുക്കുകയോ ചെയ്യുന്നത്. അതൊക്കെ ഓർത്തപ്പോൾ രേവതിക്കും ഭയങ്കര ടെൻഷനായിരുന്നു. സങ്കടത്തോടു കൂടിയിട്ടാണ് രേവതി ഇറങ്ങിപ്പോരുന്നത്. ആ സമയം ചന്ദ്രമതി എന്ത് ചെയ്തു, ഭാമയെ കാണാൻ വേണ്ടി ചെല്ലുവാണ്. ചെന്ന് കഴിഞ്ഞപ്പോൾ ഭാമ പറഞ്ഞു, ചന്ദ്രേ നിന്നെ കണ്ടിട്ട് എത്ര നാളായി, ഈ വഴിക്കൊന്നും വരാറ് പോലും ഇല്ലോ. ഡാൻസ് ക്ലാസ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വരായിരുന്നേന്ന് ചോദിച്ചു. എന്ത് ചെയ്യാൻ എൻ്റെ ഭാമേ, വീട്ടിലെ പ്രശ്നങ്ങൾ തീർന്നിട്ട് വീട്ടിൽ നിന്നൊന്ന് ഇറങ്ങാൻ പറ്റണ്ടേ, ഇപ്പോഴെന്താ പുതിയ പ്രശ്നം? ഒന്നും പറയണ്ട, ശ്രുതിയും കൂടെ ചേർന്നിട്ട് ഒരു പണി തന്നെന്ന് പറഞ്ഞു. അപ്പൊ ഭാമ പറഞ്ഞില്ല ശ്രുതി തന്നെ കാണാൻ വന്നതും പറഞ്ഞതായ കാര്യങ്ങളൊക്കെ. തൽക്കാലത്തേക്ക് ചന്ദ്രയോട് അത് പറയേണ്ടെന്ന് വെച്ചു. അവള് പറയോ ഇല്ലെന്നറിയാലോ. ഒന്നും അറിയത്തില്ലാത്ത മട്ടിലാണ് ഭാമയുടെ സംസാരം. അല്ല പിന്നെ എന്താ ചന്ദ്ര, പ്രശ്നം എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ശ്രുതി അവരാണ് ഇപ്പോഴത്തെ പ്രശ്നം. അല്ല നേരത്തെ സച്ചിൻ രേവതി ആയിരുന്നല്ലോ. ഓ അവരെ കൊണ്ട് ഇപ്പൊ ഒരു പ്രശ്നവും. പക്ഷെ ഈ ശ്രുതി എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ലാന്ന് പറഞ്ഞു. അതെന്താ ചന്ദ്ര കാര്യം? രവിയേട്ടന് കിട്ടിയ 50 ലക്ഷം രൂപ ഉണ്ടായിരുന്നല്ലോ, അത് നേരത്തെ ശ്രുതി അടിച്ചു മാറ്റി കൊണ്ടുപോയല്ലോ. ഒരു പെണ്ണ് അത് അടിച്ചു മാറ്റി കൊണ്ട് പോവുകയും ചെയ്തായിരുന്നു. ആ പണം അവർക്ക് തിരികെ കിട്ടിയായിരുന്നു. പലിശ സഹിതം 53 ലക്ഷം രൂപ. ആരോടും ഒരു വാക്ക് പോലും പറയാതെ ശ്രുതിയും കൂടെ അതെടുത്തിട്ടാ ഷോപ്പ് ഇട്ടത്. ശ്രുതി പറഞ്ഞു പോലും ശ്രുതിയോട് ആരോടും പറയണ്ടാന്ന്. എന്നിട്ട് എന്താ വാനായിട്ടാ? ഒന്നും വായില്ല. അവസാനം വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആ പണം ഇട്ട് അവർ ഷോപ്പ് തുടങ്ങി. ആരോടും ഒരു വാക്ക് പോലും പറഞ്ഞതില്ല. അങ്ങനെ ചെയ്യാൻ കൊള്ളുന്ന കാര്യമാണോ? എൻ്റെ മോനെയും കൂടെ അവൾ വശത്താക്കി എടുത്തു. എന്നിട്ടോ കള്ളത്തരം പറയാനൊക്കെ പഠിപ്പിച്ചു. എന്തുണ്ടെങ്കിലും എൻ്റെ മോൻ എന്നോട് പറഞ്ഞിട്ട് ചെയ്യുന്ന. പക്ഷെ ആദ്യമായിട്ട് അവൻ ഈ കാര്യം എന്നോട് പറയാത്തെ. എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല ഭാമയെന്ന് പറഞ്ഞു. ഭാമ പറഞ്ഞു, എന്തിനാ ചന്ദ്രൻ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ, സങ്കടപ്പെടുന്ന എന്തിനാ? ശ്രുതി അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ശ്രുതിക്ക് വേണ്ടിയിട്ടല്ലേ, നിന്റെ മോന് വേണ്ടിയിട്ടല്ലേ, മോന് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. അല്ലാതെ അവള് ആ പണമായിട്ട് മുങ്ങിയൊന്നുമില്ലല്ലോ. എൻ്റെ ഭാമയെ നിനക്കറിയത്തില്ലാത്തോണ്ടാ. അവൻ ഈ പണം കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്നോട് ഒരു വാക്കെങ്കിലും പറയായിരുന്നു. എങ്കില് അവന് പണം ഞാൻ കൊടുക്കില്ലായിരുന്നോ ഷോപ്പ് പണിയാനായിട്ടുള്ളേ. എങ്ങനെയെങ്കിലും രവിയേട്ടനെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിച്ച് ഞാൻ കൊടുത്തേരാം. പക്ഷെ അവനൊരു വാക്ക് പോലും എന്നോട് പറഞ്ഞില്ല. അത് എന്നെ സങ്കടപ്പെടുത്തിയെന്ന് പറഞ്ഞു. ഭാമ പറഞ്ഞു, പോട്ടെ, അതിന് നീ അവളെ അടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അടിച്ചെന്നോ? നിന്നോട് ആരത് പറഞ്ഞേ? അറിയാതെ ഭാമയുടെ വായിന്ന് വീണ് പോയതാ. ശ്രുതി പറഞ്ഞാന്ന് പറയാൻ പറ്റില്ലോ. അല്ല അത് പിന്നെ ഇപ്പൊ ചന്ദ്ര പറയണ സമയത്ത് പറഞ്ഞായിരുന്നു, പറഞ്ഞ അനുസരിച്ചില്ല ഞാൻ അവളെ അടിക്കൂന്ന്. അതെപ്പോ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ട് ഓർക്കുന്നില്ലല്ലോ. പറഞ്ഞായിരുന്നു, നിന്റെ ഒരു മറവിയാന്ന് പറഞ്ഞു. അല്ലേലും എനിക്ക് ഈയായിട്ട് മറവിയാ എന്നൊക്കെ ചന്ദ്ര പറയാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഇനി പറഞ്ഞിട്ടൊന്നൊരു കാര്യമില്ല. വീട്ടിലാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയാന്നൊക്കെ പറഞ്ഞു. ഭാമ പറഞ്ഞു, ഇതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട ചന്ദ്രേ, ഇതൊക്കെ നിസ്സാര കാര്യല്ലേ. അവള് പൈസ കൊണ്ട് ദൂർത്തടിക്കുമല്ലോ ചെയ്തേ. ശ്രുതിക്ക് വേണ്ടിയിട്ട് ഒരു ഷോപ്പ് തുടങ്ങുമല്ലോ ചെയ്തേ. നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നേ. പിന്നെ അവൾക്ക് ഇത്രയും പൈസ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമല്ല ചന്ദ്രേ. അവളൊരു കോടീശ്വര പുത്രിയാണെന്നറിയാലോ. ഞാനായിട്ട് കൊടുന്ന ആലോചനയാണ്. പക്ഷേ എങ്കിലും നിന്റെ മരുമോളെന്ന രീതിയിൽ നീ അഹങ്കരിച്ച് നടന്നുകൊണ്ടിരുന്നേ. അവൾ പാവ ഒരു പെൺകുട്ടി ആയതുകൊണ്ടാ അവളിപ്പോൾ ആ വീട്ടിൽ നിൽക്കുന്നേ. അല്ലായിരുന്നെങ്കിൽ അവൾ പണ്ടേ അവിടുന്ന് പോയേനെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, നീ എന്തൊക്കെയാ ഭാമ പറയണമെന്ന് ചോദിച്ചു. അതെ ചന്ദ്രേ, നീ ഒന്ന് ആലോചിച്ച് നോക്കി. അവൾ പാവമായതുകൊണ്ടല്ലേ ആ വീട്ടിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ അവളവിടെ നിൽക്കുമോ? നീ അടിച്ചു കഴിഞ്ഞപ്പോഴൊക്കെ ഒരു പക്ഷേ ഒരു കാര്യം പറഞ്ഞേക്കാം, കുറച്ച് കഴിയുമ്പോഴത്തേനും അവൾക്ക് തോന്നും ഈ വീട്ടിൽ നിന്ന് ശരിയാകത്തില്ലെന്ന്. അപ്പം അവൾ ആ വീട് വിട്ടങ്ങോട്ട് പോകും. പിന്നെ ഉണ്ടല്ലോ, അവളുടെ മലേഷ്യയിലെ അച്ഛൻ്റെ അടുത്ത് നിന്ന് അവൾക്ക് നല്ല പൈസയും കാര്യങ്ങളൊക്കെ വരും. അവൾ നല്ല വീടും കാര്യങ്ങളൊക്കെ പണിയുകയും ചെയ്യും, അല്ലെ മേടിക്കുകയും ചെയ്യും. നീ ഒന്നും അല്ലാതായി തീരും. നിന്നെ കണ്ണെടുത്താൽ പിന്നെ അവർക്ക് കാണത്തില്ലായിരിക്കും എന്ന് പറഞ്ഞു. ചന്ദ്രൻ അങ്ങനെയൊക്കെ സംഭവിക്കും. പിന്നെ അല്ലാതെ എൻ്റെ ചന്ദ്രൻ, അവൾ കോടീശ്വര പുത്രിയല്ലേ. അപ്പൊ അവൾക്ക് വേണ്ടുന്ന കെയറിങ് നീ കൊടുക്കണം. അവൾ പോയിട്ടുണ്ടെങ്കിൽ പൊന്മുട്ടയിടുന്ന താറാവ് പോകുന്ന പോലെയാ. പിന്നെ നിനക്കൊരു പിടിച്ചെടുപ്പ് ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. ആകെപ്പാടെ കൺഫ്യൂഷനായിപ്പോയി ചന്ദ്രയ്ക്ക്. എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ഭാമ പറഞ്ഞു, നടന്നു. പക്ഷെ ഇനി നീ അവളോട് അനുനേരത്തി വേണം സംസാരിക്കാനായിട്ടൊക്കെ. അവൾ പിണങ്ങി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും അവളെ സ്വന്തമാക്കാനായിട്ടും പറ്റില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, നിന്റെ ഇഷ്ടം പോലെയെന്ന് പറഞ്ഞു. ചന്ദ്രക്ക് ആകെപ്പാടെ കൺഫ്യൂഷനായി. അങ്ങനെ ചന്ദ്ര ആകെപ്പാടെ വെപ്രാളത്തോടുകൂട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. അപ്പൊ രവീന്ദ്രൻ ഉണ്ടായിരുന്നു. രവീന്ദ്രനോട് ചോദിച്ചു, എവിടുത്തെ എല്ലാവരും എന്തെന്ന് ചോദിച്ചു. രേവതി മോൾ അകത്തുണ്ട്, ശ്രുതി മുറി കാണുമായിരിക്കും എന്ന് പറഞ്ഞു. ഈ സമയത്ത് ചന്ദ്ര ഇങ്ങനെ ആലോചിക്കുകയാണ്. രവീന്ദ്രൻ ചോദിച്ചു, എന്താ ചന്ദ്ര? ഒന്നുമില്ല. എന്റെ ചന്ദ്ര, നീ എന്തിനാ അവരെ തമ്മിൽ ഇങ്ങനെ വേർപിരിക്കാൻ ശ്രമിക്കുന്നത്? അവര് ഭാര്യയും ഭർത്താക്കളും അല്ലേ. അവരൊന്നിച്ച് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ നീ അവരെ പിരിക്കാൻ ശ്രമിക്കേണ്ട കാര്യമുണ്ടോന്നൊക്കെ ചോദിച്ചു. ചന്ദ്രമതി പറഞ്ഞു, എത്രയെന്ന് വെച്ചാ രവേട്ട സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിന് പരിധിയില്ലേ. സഹി ഇട്ട് കഴിഞ്ഞപ്പോഴും ഞാൻ അങ്ങനെയൊക്കെ ചെയ്തേന്ന് പറഞ്ഞു. ചന്ദ്ര, എന്നാലും അത് ശരിയായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നില്ല. അവർ രണ്ടുപേരും കൂടെ ഒന്നിക്കട്ടെ.
വെറുതെ എന്തിനാ അവരെ അകറ്റി നിർത്തുന്നേ, തെറ്റ് പറ്റിപ്പോയി, ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ഇമാതിരി ക്രൂശിച്ചിട്ട് കാര്യമുണ്ടോ, ഒരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇന്ന് തണുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. രേവതിയും കൂടെ അങ്ങോട്ട് വന്നു. രേവതി വന്നിട്ട് പറഞ്ഞു, അമ്മേ ശ്രുതി പാവമാണ്, ശ്രുതിയും തമ്മിൽ അകറ്റാൻ നോക്കരുതെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിക്കും വേണ്ടി റെക്കമെൻഡ് ചെയ്യുകയാണ്. പക്ഷേ എങ്കിൽ ഈ പറയുന്ന ശ്രുതിക്കോ ഒന്നും രേവതിയോട് തുള്ളി പോലും ഇഷ്ടമില്ല, ഇത്തിരി പോലും ഇഷ്ടമില്ലാത്തതാണ്. വീട്ടിൽ കയറി പറ്റണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ അഭ്യാസം അടവുകളൊക്കെ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.